ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഫാമിങ് പോകാമെന്ന് വിചാരിച്ചു. സ്ട്രോബെറി പിക്കിങ് അടിപൊളിയായിരിക്കും. എല്ലാവരും പറയുന്ന അടിപൊളിയാണെന്ന്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അതെ, അവിടെ ചെന്നിട്ട് അറിയാം. ഇതാ നമ്മുടെ ഇതുപോലെ നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഒരാൾക്ക് കൈയൊക്കെ വേദനിക്കുന്നു. എല്ലാരും വേണ്ട പാർക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നു. ആ, റിവർ പോലെ അല്ലേ? കൊള്ളാം, തുടക്കം കൊള്ളാം. അകത്തോട്ട് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലവും സത്യം സത്യം. ഓ, ഇവിടെ ഇങ്ങനെ ബേക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണം, ഒടുക്കത്തെ മണം, അടിപൊളി മണം. കേട്ടോ മെനു ഒക്കെ. ഓ, ഇന്ന് പിടിച്ചിട്ട് പൊട്ടും തോന്നുന്നു. മഫിനൊക്കെ ഇരിക്കുന്ന നോക്ക്, അടിപൊളി. ഇതേപോലത്തെ ബാസ്ക്കറ്റാണ് നമുക്ക് തരുന്നത്. ഈ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ പിക്കിങ്ങിന് പോയിട്ട് ബാസ്ക്കറ്റ് ഫില്ല് ചെയ്തിട്ട് വരാം. അതെ, ഞങ്ങളിവിടെ സ്ട്രോബെറി ഫാമിൽ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബാസ്ക്കറ്റ് കിട്ടും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ട്രാക്ടർ വരും, അതിനകത്ത് നമുക്ക് കയറി പോകണം ഫാമില് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നിറച്ച് നമുക്ക് പിക്ക് ചെയ്തോണ്ട് വരാം. എന്നിട്ട് ഇവിടെ വെളിയിൽ കൊണ്ടുവന്ന് വേ ചെയ്തിട്ട് അവിടെ നമുക്ക് പേയ്മെന്റ് ചെയ്യണം. അതെ, ഇവിടെ ഒരു ട്രാക്ടർ വരും. ആ ട്രാക്ടറിനകത്ത് ഓപ്പൺ ചെയ്യാൻ അവർ പറഞ്ഞേക്കുന്നത്. ഫ്രണ്ട് ഡെസ്കിൽ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും ബേക്കറിലാണ് നിൽക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് മണം കാരണം ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ഭയങ്കര മണം. തിരിച്ചു വരുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ശരിക്കും ഞങ്ങൾക്ക് മഫിന് അത്ര നമ്മൾ അല്ലെങ്കിൽ തന്നെ വാങ്ങുന്നത്. പക്ഷെ ഇവിടെ മണം എന്ന് വെച്ചാൽ അമ്മാരി മണം, അടിപൊളി മണം. നോക്ക്, ഈ ഫാം തന്നെ നമുക്ക് നല്ല രസം, ഭയങ്കര രസം കാണാൻ. അകത്തോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഓരോരോ ലൈനായിട്ടുള്ളതാന്ന് തോന്നുന്നു സ്ട്രോബെറീസ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ആ, ശരി, തന്നെ കണ്ടു. ഇപ്പൊ മഫിൻ കണ്ടു, ബേക്കിന്റെ. ഇപ്പൊ ട്രാക്ടർ വരുന്നുണ്ട്. ഈ ട്രാക്ടറിലാണ് നമ്മൾ പോകുന്നത്. ഈ ട്രാക്ടറിലാണ് നമ്മൾ കയറിയിട്ട് പോകുന്നത്. നമുക്ക് ഏതെങ്കിലും കോർണറിൽ ഇരിക്കാം. കൊള്ളാം, സെറ്റപ്പ് അല്ലേ? പഴയ സിനിമയിലൊക്കെ പോകുന്ന പോലെ. Usually he does, but he's like, where are you? Oh, yes. Have you been strawberry picking here before? Oh no, this is first time. It's great. Compared to other places, like there's no other places around, but we come from down south. Compared to them, it's
Really nice? Really good, yeah. A lot more affordable. Oh. Yeah. And after, I don't know if you already have plans. You never want to watch. ഇല്ല. അങ്ങനെ ട്രാക്ടർ കയറുന്ന ഒരു ആഗ്രഹം. അല്ല നമ്മള് മറ്റേ സിനിമയിലൊക്കെ ഈ പാട്ടിന്റെ ഇടയ്ക്കൊക്കെ കാണിക്കാൻ ഓരോരുത്തരിങ്ങനെ ഇതിന്റെ മേളിലൊക്കെ കയറി പോകുന്നത് വണ്ടിയുടെ മേളിലൊക്കെ സത്യം. കയറി ഇങ്ങനെ കുറെ ഫാമേഴ്സിന്റെ കൂടി ഇങ്ങനെ പോകുന്നത്. അവരുടെ ട്രാക്ടറിന്റെ ഓരോരോ മെഷീൻ. ഇവിടെയാന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഇറങ്ങണ്ടേ. ഇറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ അടുത്ത ആൾക്കാർ ഇപ്പോൾ കയറും. 5 ഏക്കറുണ്ട് കേട്ടോ. പക്ഷെ 5 ഏക്കർ അല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടിട്ട് 5 ഏക്കറിലൊക്കെ കൂടുതലുള്ളത് പോലെയാണ്. സ്ട്രോബെറീസ് സത്യം കാണുമ്പോൾ തന്നെ നല്ല. ദാ ഇവിടെ താഴെയൊക്കെ വീണിട്ട് ചവിട്ടി തിരിച്ച് കിടപ്പുണ്ട്. ആ സൈഡിലോട്ട് കയറി. സൈക്കിളിൽ അതെ. എളുപ്പമുണ്ട്. കണ്ട ആൾക്കാർ ചെയ്യുന്നുണ്ട്. കണ്ട ആൾക്കാർ അവിടെ ബാസ്കറ്റിൽ വെച്ചിരിക്കുന്നു. ഇവിടൊക്കെ ആൾക്കാർ എടുത്തു കഴിഞ്ഞു. അതെ. നീ പറയും നമ്മളെ ഏത് റോയില് പോയിട്ട് എടുക്കണമെന്ന്. ആ ഞങ്ങളിപ്പോൾ അറിയാതെ ഇപ്പോൾ വേറെ റോയിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു അത് ഓൾറെഡി പിക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ വേറെ അപ്പം ഞങ്ങൾ ഏത് റോയിലാണെന്ന് അറിയാൻ വേണ്ടി പോവാം. നമുക്ക് സ്ട്രോബെറി ഉണ്ട് കേട്ടോ. Make your way down, bring the flag with you, drop it where you guys are done. Oh. Try to pick all the red ones, even the small ones that you get a waste. And the bad ones, put them in the yellows on the side. Oh. Just stay in this row here, please. ആ വാ ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്യാമെന്നാണ്. Okay, you guys can jump over 2 rows. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ. This whole row here. ഇങ്ങനെ പൊട്ടിക്കേണ്ടത്. എങ്ങനെ? അങ്ങനെയല്ല പൊട്ടിക്കേണ്ടത്. സോറി. നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കരുത്. ഇങ്ങനെ കൈ വെക്കുക. എന്താ പണ്ട് നാട്ടിൽ ഇവർക്ക് സ്ട്രോബെറി പിക്കിംഗ് ആയിരുന്നു പണിയെന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനല്ല, ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് അവർ പറയുന്നത് എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്. എന്താ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ സ്ക്യൂസ് ചെയ്യരുത്. പക്ഷെ ഇത് പഴുത്തില്ല. ഞാൻ എടുക്കുന്നത് പഴുക്കുന്നില്ല. ഇങ്ങനെ എടുക്കാനല്ലേ പറഞ്ഞേക്കല്ലേ? ഈ ഒരു ബാസ്ക്കറ്റിന് $17 ഉള്ളൂ. ഇത് ഫുള്ള് നിറയ്ക്കും. കൈയൊക്കെ റെഡായി. കൈ മാത്രമല്ല ദേഹവും കറക്കും. ആ ഇവളിപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കഴിക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട്. സൂപ്പറാണോ? ആണോ? കഴിച്ചു നോക്കാം. നല്ല ഓ
അടിപൊളി. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞാപ്പനും ഭയങ്കര ഇഷ്ടമാണ്. ഇവളോട് പറഞ്ഞതാണ് നമുക്ക് എടുക്കാം. ഇവിടെ അപ്പുറത്തെ ഇപ്പുറത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനിത് വീഡിയോ പറയുന്നതിന് എന്നെ വഴക്കും പറയും. ഞങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇരട്ട പിള്ളേരായിരിക്കും. അതൊരു വേറൊരു വീഡിയോ. ഓ ഇതായി അത്രയും പഴുത്തു. ഇത് നമ്മളെന്നെ കൊണ്ടുപോയി വിൽക്കുന്ന ആവശ്യമില്ലല്ലോ. പക്ഷേ ഇത് ലാഭമാണ്. $17 അല്ലേ? അല്ല, നമുക്ക് ലാഭം, അവർക്ക് ലാഭം. ഓ എൻ്റെ കുഞ്ഞാപ്പിയല്ലോ ഇങ്ങോട്ട് വരണം. അവള് വട്ടായിട്ട് ഇവിടെ ഇങ്ങനെ ഓടി നടക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് നോക്കി, ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കി പറിച്ചെടുക്കുന്നു. സഹായിച്ചതാണോ കുറ്റം? മരുന്ന് വല്ലതും അടിച്ചാണ് ഇപ്പൊ അത് കറക്റ്റായിട്ട് അവൾ കഴിച്ചു. ഞാൻ പറഞ്ഞ കഴിച്ചത് കറക്റ്റ്. ഇത് അടിപൊളി ഒരു ഡേറ്റ് എന്താടി? ചിലതൊക്കെ നല്ല ടേസ്റ്റ്. സത്യം ഇത് വേറെ തന്നെ ടേസ്റ്റ്. ഏകദേശം ഫുള്ളായി. അങ്ങനെ ഗായ്സ് ഞങ്ങളുടെ സ്ട്രോബെറി പിക്കിങ് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇത്രയും എടുത്തു. ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നടന്ന് അതുകൊണ്ട് അവിടെ പോയി നിൽക്കുന്നു. അതെ, ആ ട്രാക്ടർ വരുന്നിടം വരെ ഈ വെയിലത്ത് നമുക്ക് അവിടെ നിൽക്കാം. കൈയെല്ലാം ചൊറിയുന്നു. എന്തുവാണോ? ആ അതുകൊണ്ട് ആ ട്രാക്ടറിൽ കയറിയിട്ട് രക്തക്കറകൾ. ബാസ്ക്കറ്റ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു അല്ലേടി? ഇതെന്താണാവോ അറിയില്ല. ഇത് കോണാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കുക്കി വാങ്ങിച്ചു. കുക്കിയും ബ്രെഡും. അങ്ങനെ ഞങ്ങളുടെ സ്ട്രോബെറി പിക്കിങ് കഴിഞ്ഞു. ബ്രെഡ് വാങ്ങിച്ചു. സത്യം എന്നിട്ട് ഒരു ഡാനിഷ് കുക്കിയും പിന്നെ കുക്കീസും വാങ്ങിച്ചു.